നല്ല ആക്ഷൻ പടം, ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ മാത്രം. ബട്ട് എമോഷൻസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. ആക്ഷൻസ് കൊള്ളാം, നല്ല ആക്ഷനാണ്, വിചാരിച്ചതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടിരിക്കുക. എല്ലാവരുടെ അഭിനയം കൊള്ളാം, ഫുൾ ആക്ഷനാണ്, തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആക്ഷൻ. ഫുൾ ആക്ഷനാണ്, പിന്നെ ത്രില്ലിംഗ് ആണ്, ഫുള്ള് റിവെഞ്ച് ത്രില്ലർ ബേസ്ഡ് വരുന്നതാണ്. ഫുള്ള് ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള സീക്വൻസ് ആണ് ഫുള്ള്, പക്ഷെ എന്നാലും ഫുൾ എൻഗേജിങ് ആണ്. ഇത്ര പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു, നല്ല ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു, നല്ല മൂവിയായിരുന്നു. 100% വയലൻസ്, അതിൽ 1% പോലും കുറഞ്ഞിട്ടില്ല. കണ്ണൊക്കെ തുരന്നെടുത്ത് കളയും, തല അടിച്ച് പൊട്ടിച്ച് കളയും, തലയോട്ടി അടിച്ച് പൊട്ടിക്കുക എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഈ ട്രെയിൻ കൊള്ളയടിക്കാൻ വരുന്ന കൊള്ളക്കാരെ നേരിടുന്നതാണ്. അപ്പം അതിനൊരു ദാക്ഷിണ്യം ഇല്ല. അത് NSG കമാൻഡോയാണ്. കുറേ സീൻസ് ഉണ്ട്, അത് നല്ല രസമാണ്. ഇവർ ഈ ആക്ഷൻ എക്സിക്യൂട്ടീവ് ഇപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ, പക്ഷേ സിനിമയിലെ ആക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ട്രെയിനിൻ്റെ അകത്താണ്. നിങ്ങൾ ആലോചിക്കണം, ട്രെയിൻ എന്ന് പറയുന്നത് ഇവർ സെറ്റിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്, പക്ഷേ ആ ഒരു കുറഞ്ഞ സ്പേസിനകത്ത് ഈ ആക്ഷൻ സെറ്റ് ചെയ്യേണ്ടത് അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ പേര് പറയുന്ന പോലെ ഒരു എന്താ പറയുക, ട്രെയിനിൻ്റെ അകത്ത് മൊത്തം രക്തം എടുത്ത് കോരി ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണ്. ഒരു 3-4 ബോഗിയിൽ ഈ ഒരു സാധനമാണ്. അത് ഒരിടത്തും ഡീവിയേറ്റ് ചെയ്യാതെ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു 10-20 മിനിറ്റ് കഥ പറഞ്ഞിട്ട് പിന്നെ ആക്ഷനാണ്, ആക്ഷനാണ്. ഈ ട്രെയിനിൻ്റെ അകത്തുള്ള ആക്ഷനാണ്. നമ്മൾ തന്നെ പറയും അവന്മാർ അങ്ങനെയാണ് കൊല്ലണമെന്ന് പറയും. അത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു ഫാമിലി തന്നെ കൊള്ളക്കാരുടെ ഫാമിലിയാണ്. അവർ ഭയങ്കരമായിട്ട് ഈ ട്രെയിൻ മോഷ്ടാക്കളും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് അവരെ ബെൻഡിറ്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു തീമാണ്. ഒരു ന്യൂസ് കേട്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഹോളിവുഡ് റീമേക്ക് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടു. സത്യമാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിടില്ല. നമ്മുടെ ഒരു ജോൺ വിക്കും നോബഡിയൊക്കെ ഇംഗ്ലീഷിൽ കാണൂലേ, അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ. അതിനെക്കാട്ടും എന്താ പറയുക, ഭയങ്കര എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഒറ്റ സീൻ അവർ ബ്ലർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വയലൻസ് കാണണോ ആണ്, പിള്ളേർക്കൊന്നും കാണാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സുഖമായിട്ട് വന്ന് കാണാം. വയലൻ്റ് ആക്ഷൻ കാണാൻ പറ്റുമെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ നല്ല രീതിയിൽ കാണാം. ഹൃദയം എന്താ പറയുക ലോലമായിട്ടുള്ളവർക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മളിനെ വിചാരിക്കും എൻ്റെ അമ്മ എന്തൊരു വയലൻസ് എന്ന് പറയില്ലേ, ആ ഒരു ചോരയുടെ മണം നമുക്കിങ്ങനെ അടിക്കും സിനിമ കാണുമ്പോൾ, അത്രയ്ക്ക് ബ്ലഡ് ഇതാണ്. നായകനൊക്കെ പുതുമുഖമാണ്, ഏതോ സീരിയലിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഡയറക്ടറിൻ്റെ ഒരു പടമുണ്ട് ഹോട്ട്സ്റ്റാറിലുള്ള അപൂർവ എന്ന് പറഞ്ഞിട്ട്, അതും വയലൻസാണ്. അതൊരു 1.25 മണിക്കൂറുള്ള പടമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, കുറഞ്ഞ ഡ്യൂറേഷനിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്സല്യൂട്ട് കില്ലിംഗ് ആണ്.